ഹലോ, ഇപ്പം ഞാൻ നിൽക്കുന്നത് ചെട്ടികുളങ്ങരയിലെ വൺ ഓഫ് ദി ഫേമസ് ബേക്കറി ആയിട്ടുള്ള ലക്ഷ്മി ബേക്കറിയിലാണ്. അപ്പോൾ ഇതാ നമുക്കൊരു ഹായ് ഒക്കെ കിട്ടിയിട്ടോ. ഞാനിപ്പോൾ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ MBA പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ് ഫെമിലറൈസേഷൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ളൊരു സ്ഥലമായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ബിസിനസ്സിനെ പറ്റി ചെറിയ ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട്. ഇനിയും കുറേ കൂടെ കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. നമുക്കത് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ഹരികുമാർ അങ്കിൾ, നമ്മുടെ ബേക്കറിയുടെ ഓണർ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പേപ്പറിൽ നോട്ട് ചെയ്തിട്ടാണ് വന്നത്. ഇനിയും അറിയാനുള്ള പുതിയ പുതിയ കാര്യങ്ങളും ഞാൻ എഴുതിയത് ശരിയാണോ എന്നൊക്കെ അങ്കിളിനോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി. അത് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഫെമിലറൈസേഷൻ, ഒരു ബിസിനസ് എങ്ങനെ നടക്കുന്നു. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പറഞ്ഞു തരാൻ പറ്റുമല്ലോ. തുടങ്ങിയ വർഷം ഏതാണല്ലേ? തുടങ്ങിയ 1964. 1964. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ബേക്കറി ഐറ്റംസ് ഉണ്ട്, പിന്നെ സ്റ്റേഷനറി. ഇപ്പം അത് കുറച്ച് നാളായല്ലോ ഉള്ളൂ തുടങ്ങിയിട്ട്. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഏജിലുള്ളവരും ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അതാണ് നമ്മൾ എബൌട്ടായിട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ടോട്ടൽ എത്ര വർക്കേഴ്സ് ഉണ്ട്? പിന്നെ അപ്പം അട്രാക്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഐറ്റംസ്, കാഡ്ബറി ഐറ്റംസുകൾ, നെസ്ലഡ് ഐറ്റംസുകൾ, കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് ഐറ്റംസുകൾ, ബൂസ്റ്റ്, ബോൺവിറ്റ, കാഡ്ബറി എക്ലെയർ, അവർക്കൊക്കെ നല്ല ഇതാണ്, വെറൈറ്റി സാധനമാണ്. ഇതിൻ്റെ ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റുകൾ, പിന്നെ പാർലയുടെ, പിന്നെ ITCയുടെ മെയിൻ ഐറ്റംസാണ് നമ്മൾ മെയിനായിട്ട്. ലോക്കലായിട്ടാകുമ്പോൾ ഇല്ലാത്ത ഐറ്റംസിന് കേട്ടില്ല. പിന്നെ അമൂലിൻ്റെ ഐസ്ക്രീം, പിന്നെ ഇപ്പോഴത്തെ മെറ്റലൈസ്, പിന്നെ ജോയി ഐസ്ക്രീം, ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ നമ്മളെ കംപ്ലൈൻറ്റ് കുറഞ്ഞു കിട്ടും. കംപ്ലൈൻറ്റും കുറഞ്ഞു കിട്ടുമ്പോൾ നല്ല വെറൈറ്റി അല്ലേ. അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് നോക്കുന്നത്. അങ്ങള് ഡെയിലി വെക്കുന്ന ഒരു വിഷൻ, ഡെയിലി ഒരു ഡിസിഷൻ എന്തെങ്കിലും എടുക്കാറുണ്ടോ? അങ്ങനെ നമ്മൾ പർച്ചേസിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കും. ഇത്ര പർച്ചേസ് വേണമെന്നുള്ളതാണ് നമുക്ക്. ഇത്ര സ്റ്റാഫിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. നമുക്ക് അതിനനുസരിച്ചുള്ള ബിസിനസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കടം കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഐറ്റംസുകൾ നമുക്ക് വിൽപ്പനയ്ക്കും വേണം, അതിനൊക്കെ കസ്റ്റമേഴ്സും വേണം. എങ്കിലും നമുക്കൊരു ഡെയിലി ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. അത് നമുക്ക് ഇത്ര ആവറേജ്, ഇത്ര ചെയ്ത്, ഇത്ര കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം വേണം. മനസ്സിലായി? ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഐറ്റംസ് ഒക്കെ എന്താ ചെയ്യുന്നത്? ഇവർ തിരിച്ചെടുക്കുമോ? നമ്മൾ വളരെ കുറവാണ് വരുന്നത്. ആണെങ്കിൽ അന്നേരം തന്നെ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ മാറ്റിയ ഇത് റിട്ടേൺ എഴുതി നമ്മൾ മാറ്റി. ഓരോ സെഷനിലായിട്ടുള്ളവരെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം ബെന്നിച്ചേട്ടൻ ഏത് സെഷനിലാണ് വർക്ക് ചെയ്തത്? നമ്മളെ ഈ കടയ്ക്ക് പ്രത്യേക സെക്ഷനൊന്നുമില്ല, എല്ലാം ഓൾറൗണ്ടറുമാണ് അതിനകത്തിരിക്കുന്നത്. എവിടെ ആൾ കുറവുണ്ടോ അവിടെ ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ചൊരു ഈ സെക്ഷനോ ആ സെക്ഷനോ ഇല്ല. എങ്ങനെ വർക്ക് എങ്ങനെ ബാലൻസ് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യുക. മുമ്പ് കസ്റ്റമർ അവിടെ ഞാൻ എന്താ ചെയ്യുക, അവിടെ പോയി അറ്റൻഡ് ചെയ്യാന്നുള്ള കാര്യമാണ്. എത്ര വർഷമായി ഇവിടെ? 11 വർഷം. 11 വർഷമായി. സ്വന്തം സ്ഥലം? എൻ്റെ യഥാർത്ഥ വീട് കണ്ണൂരാണ്. പിന്നെ ഞാനിപ്പോൾ താമസിച്ച് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ പേളാരാണ്. ഇപ്പോൾ രാവിലെ തുറക്കുന്ന ടൈമിൽ തന്നെ വരും? ഞാൻ 7:30 ആകുമ്പോൾ വരും, രാത്രി 8:30 ആകുമ്പോൾ. ഓക്കെ. സാറ്റിസ്ഫൈഡ് ആണോ? നന്നായി പോകുന്നു. കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ട് എങ്ങനെയുണ്ട് ഇൻട്രാക്ഷൻ വരുമ്പോഴത്തേക്കും? നല്ല ഡീലിംഗ് ആണ്. പല ടൈപ്പ് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യും. എല്ലാം ഓക്കെ, ദൂരം തോന്നാറില്ല. ഏത് കസ്റ്റമർ വരുന്നു ആ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ്. ഓണറായിട്ട് എങ്ങനെയുണ്ട്? നല്ല കൊണ്ട് അതുകൊണ്ടാണ് 11 വർഷം കൊണ്ട് നിൽക്കുന്നത്. 11 വർഷം കഴിഞ്ഞ് 12-ാം വർഷത്തിൽ കിടക്കാൻ പോയി. ഓണം 12 വർഷമാണ്. ഇവിടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അവരോട് അഭിപ്രായം ചോദിക്കാം. ഹലോ, നമ്മുടെ ബേക്കറി, നമ്മുടെ ഈ സ്ഥാപനം വളരെ നല്ല ഒരു സ്ഥാപനമാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു കസ്റ്റമറാണ്. എല്ലാ കാര്യങ്ങളും ഫ്രഷായിട്ടുണ്ട്. ഇപ്പം റീസണബിൾ റേറ്റ്സാണ്, നല്ല പെരുമാറ്റമാണ്. അതൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. നന്നായിട്ട് നടക്കുന്നു. കാശില്ലെങ്കിലും നമുക്ക് വന്ന് 2 ദിവസം കഴിഞ്ഞ് മേടിക്കാൻ തന്നെ അതും നടക്കും. അതാണ് ഇവിടെ അട്രാക്ട് ചെയ്യുന്നത്. ഞാൻ കുറഞ്ഞൊരു 15 വർഷമായിട്ട് ഇവിടെ കസ്റ്റമറാണ് സ്ഥിരമായിട്ട്. അപ്പോൾ അടുത്ത ആളോട് നമുക്ക് ചോദിക്കാം. ഹലോ, ഹലോ, പേരെന്താ? ഷിജു. ഷിജു.
വീട് എവിടെയാ? ചുറ്റുമാരെ തന്നെ, ഈരേഴത്തേക്ക്. ഇവിടെ എത്ര നാളായി വന്നിട്ട്? 4 മാസം. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ്? കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്, നല്ല സഹകരണമാണ്. നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്നു. ഓക്കെ. കാണുമ്പോൾ അവരോട് ചെയ്യുക, പിന്നെ എല്ലാം കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോവാം. എന്താണ് പുതിയൊരു ബിസിനസ്സിനെ കുറിച്ചൊരു ഇവിടെ വന്നിട്ട് കിട്ടിയൊരു വ്യൂ എന്താ? പിറ്റേന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം നല്ലതാണ്. എന്താ വെച്ചാൽ ഇന്നുള്ള സാധനങ്ങൾ ഡേറ്റ് കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ തന്നെ കമ്പനി എടുക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയിട്ട് അവിടുത്തെ കാണാം. ഇതാണ് അടുത്ത സെഷൻ. ഹായ് ചേട്ടാ, പേരെന്താ? രഘുനാഥ്. സ്ഥലം എവിടെയാ? സ്ഥലം കായംകുളം. ഇവിടെ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നത്? 6 വർഷം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവിടെ? ഇത്രയും നല്ല എക്സ്പീരിയൻസാണ്. നമ്മളെ കടയായിട്ട് നല്ലതാണ്. നമുക്കൊരു 10-35 വെറൈറ്റീസ് സാധനങ്ങളുണ്ട്. എല്ലാം നമ്മുടെ അണ്ടറിലാണ് എല്ലാം ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇവിടെ മേളിലോട്ട് ഇങ്ങനെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, അതിപ്പം 19 മാസമായി. 9 മാസമായി. എന്നിട്ട് എങ്ങനെയുണ്ട് പുതിയ റിനോവേഷൻ ചെയ്തിട്ട്? എങ്ങനെയുണ്ട് കച്ചവടം? നല്ലതാണ്, നല്ല സൈഡ് നടക്കുന്നത്. പിന്നെ എന്താ പറയാനുള്ള ബിസിനസ് ഫീൽഡിനെ കുറിച്ച്? നമുക്ക് പ്രത്യേകം പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നല്ല ബിസിനസ്സുകൾ നടക്കുന്ന കാര്യങ്ങളും ആളുകളോടുള്ള ഡീലിംഗും ഒക്കെ നമ്മൾ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. ആളുകളൊക്കെ നല്ല കസ്റ്റമറൊക്കെ നല്ല രീതിയിലൊക്കെ നമ്മൾ ഇതാക്കുന്നത്. ഓക്കെ. ഇതാണ് ഇവിടുത്തെ കൂൾ ബാർ സെഷൻ. ഇവിടെ സീറ്റിംഗ് ഉണ്ട്, എയർ കണ്ടീഷൻഡ് ആണ്. പിന്നെ താഴെ വെച്ചേക്കുന്ന സ്നാക്സിൻ്റെ കുറച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ലൈവ് ജ്യൂസ് അല്ലാതെ ഒരു കൂളറും സ്റ്റോറേജ് ജ്യൂസസും ഒക്കെ തന്നിട്ടുണ്ട്. എയർ കണ്ടീഷൻഡ് ആണ്. ഇപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഓഫ് ചെയ്തിട്ടതാണ്. ആ, പിന്നെ അകത്ത് ഫ്രീസർ, കോഫി, എല്ലാവിധ. നേരത്തെ നമുക്ക് താഴെ സൈഡിലായിട്ടായിരുന്നു സീറ്റിങ്. ഇപ്പോഴാണ് നമ്മൾ ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സീറ്റിംഗ് ഒക്കെ സെറ്റായത്. അങ്ങളെ പേര് പറഞ്ഞു? പേര് സന്തോഷ് കുമാർ. ഇവിടെ എത്ര വർഷമായി? 10 വർഷം. 10 വർഷമായി. സ്ഥലം എവിടെയാ? സ്ഥലം ചെട്ടിളങ്ങര. ചെട്ടിളങ്ങര തന്നെ. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഇല്ലെന്നുണ്ടെങ്കിൽ മണ്ടയ്ക്ക് ജ്യൂസ് അടിക്കാനൊക്കെ പോകും. പിന്നെ ഓരോന്നോട്ട് എല്ലാ പണിയും ചെയ്യും. ഫുൾ ഡേ വർക്കിംഗ് ആണോ? 7 ഡേയ്സും വർക്കിംഗ് ആണോ? ഇല്ല, അവധിയൊക്കെ എടുക്കും. അവധി എങ്ങനെയാണ് അവധി കൊടുക്കുന്നത് സ്റ്റാഫിന്? സ്റ്റാഫിന് ആവശ്യമുള്ളപ്പോൾ ലീവ് എടുക്കും. ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഞാൻ ചിലപ്പോൾ ലീവായിരിക്കും. അങ്ങനെ, അതായത് ബാലൻസ് ചെയ്ത് പോകണല്ലോ. ഇപ്പം 5 പേരെ ഇവിടെ ഉള്ളതാന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻസ് ലീവ് എടുക്കും.